വലിയ സന്തോഷം. ഈ തിരുവോണ ദിവസം നമ്മൾ തമ്മിൽ കാണാൻ പറ്റി, വലിയ സന്തോഷം. ഞാൻ കരുതിയില്ല തിരുവോണത്തിന് കാണാൻ പറ്റുമെന്ന്. ഏതായാലും പ്രേക്ഷകർക്കും സന്തോഷമാവും. അവരുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ഓണത്തിന് പ്രേക്ഷകരെ കാണാൻ വരുന്നു. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാറുള്ളത്? ഓണമല്ലേ? തീർച്ചയായും ഓണം സന്തോഷകരമായ സമയങ്ങളല്ലേ. നമ്മുടെ ജീവിതത്തിലെ തിക്കും തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ചില ദിവസങ്ങളുണ്ടല്ലോ, എല്ലാ ടെൻഷനുകളും മാറ്റി വെച്ച് കുറച്ച് ആഹ്ലാദിക്കുക വീട്ടുകാരോടൊന്നിച്ച്. അവിടെ പിന്നെ തിരക്കുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദിവസം എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം. അങ്ങയുടെ മുമ്പിൽ എത്താൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം ഞാനൊരു ഓണാശംസ എക്സ്ട്രാ പറയാൻ പോവാം. കാരണം അങ്ങയുടെ ഒരു സേനയുണ്ടല്ലോ എല്ലാമാർക്കും, അവരുടെ ഒരു ഡെഡിക്കേഷൻ. ഞാൻ 2-3 തവണ പഴനിയിലെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരും എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ഒരു സംഘം ആളുകൾ മുരുകപ്പടയാണ്. അവർ എത്ര ദിവസത്തെ അധ്വാനം കൊണ്ടാണ് 10,000 പേരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഒരു ചെറിയ അസ്വാരസ്യം പോലുമില്ലാതെ, ഒരു ചെറിയ വീഴ്ച പോലുമില്ലാതെ നടത്തിക്കൊണ്ട് ഈ മാധവ സേവ തന്നെയാണ് എന്ന് പറയുന്ന തരത്തിൽ മുരുക ഭഗവാന് വേണ്ടി അർപ്പിച്ച് നടത്തുന്ന ഒരു സംഘമുണ്ടല്ലോ, അവർക്ക് എൻ്റെ പ്രത്യേക ആശംസകൾ. എല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ ഒരു ഓണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാമാർക്കയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഉണ്ടാവട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷം. കാരണം അവരെൻ്റെ ഒരു ബലമാണ്. അങ്ങ് കണ്ടിട്ട് പറഞ്ഞ പോലെ എനിക്കറിയാം. നമ്മളൊരു സാധനം ഇങ്ങനെ കൈ വെച്ച് അവിടെ എന്താ വേണ്ടതെന്ന് അറിയുന്ന ആൾക്കാരാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മൾ ചിലപ്പോൾ സർവീസൊക്കെ നമ്മൾ ആളുകളെ ഹയർ ചെയ്യും, ആളുകളെ കൂലിക്കെടുത്തിയും. ഇതങ്ങനെയൊന്നുമില്ല, അവരങ്ങ് സമർപ്പണമാണ്. നമുക്കതൊരു ധൈര്യം. നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇത് വെറുതെ കണ്ണോട് കാണിച്ചാൽ മതി, അത് എന്തിനാന്ന് മനസ്സിലാക്കി. അതാണ് കണ്ണുകൊണ്ട് പോലും കാണിക്കണ്ട. അവിടെ ഞാൻ സാഹൂതം ഇപ്പുറത്ത് മാറിയിരുന്ന് നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ ആരും പറയണ്ട. എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഓരോരുത്തർക്കും അറിയാം. അതൊരു ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ മെസ്സേജ് പോലെ അങ്ങയുടെ ഒരു മെസ്സേജ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു തരംഗം പോലെ. ഏതായാലും LMRKയുടെ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി ഓണാശംസകൾ, അഭിവാദ്യങ്ങൾ. നമുക്ക് ഓണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഭക്തി എന്ന് പറയുന്നതിനകത്ത് ഒരു അർപ്പണമുണ്ട്, അല്ലേ? ഭഗവാനിൽ സമർപ്പിക്കലുണ്ട്. പിന്നെ മറ്റൊരു ഭക്തിക്ക് വേറൊരു തലം കൂടിയുണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് ഭക്തി കൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതൊരു കള്ളമാണ്. നമുക്ക് പല വിഷമങ്ങളുണ്ടാകുമ്പോൾ, ചില വൈഷമ്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ നിന്നൊരു പരിഹാരം എന്താണ്, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത പ്രതിസന്ധി കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഒന്ന് രക്ഷപ്പെടും ഭഗവാനെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എന്നെ പലരും വിളിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പറയാറില്ല. കഴിഞ്ഞ ദിവസം എന്നെ ഒരു പെട്ടെന്ന് വിളിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ മാനേജർ മനോജാണ്. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാനിങ്ങനെ ബാങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബാങ്കിൽ ഒരു ഗുരുതരമായ പ്രശ്നം. അതിൻ്റെ ഞാൻ വല്ലാതെ ഇങ്ങനെ ടെൻസ്ഡായിട്ട് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ മൊബൈലിൽ അറിയാതെ യൂട്യൂബ് പ്ലേ ആയി LMRKയുടെ കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം. അത് കഴിഞ്ഞ് ഞാൻ ബാങ്കിലെത്തി. അങ്ങോട്ട് സംസാരിച്ചൊന്നും അറിയില്ല, എന്നോട് പറഞ്ഞാണ്. ഞാൻ ബാങ്കിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി എന്നെ അലട്ടിയിരുന്ന പ്രശ്നം തീർന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം, ഒന്ന് പറയാമോ, എനിക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങേക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കറിയാം പൂജയുടെ സമയമായിരിക്കും. എനിക്ക് മറുപടി വന്നു പൂജയാണ്, അത് കഴിഞ്ഞ് വിളിക്കാമെന്ന്. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് രാത്രി 10 മണിക്കോ മറ്റോ എന്നെ മനോജ് തിരിച്ചു വിളിച്ചു. മഹാഭാഗ്യമായിപ്പോയി, എൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളും തീർന്നു. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ. ഞാൻ പറയുന്നത് ഒരു വിദ്യാഭ്യാസമില്ലാത്ത, ചിലർ കളിയാക്കുമല്ലോ, വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത, അന്ധവിശ്വാസികളായ ആളുകൾക്കാണ് ഇതൊക്കെ തോന്നുന്നത്. അവരൊക്കെ ഇങ്ങനെ ആൾ ദൈവങ്ങളുടെ പുറകെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം ഒരു ദേശസാൽകൃത ബാങ്കിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ, അതായത് വലിയ ബിസിനസ് ഉള്ളൊരു നഗരത്തിലെ ബാങ്കിൻ്റെ മാനേജറാണ്. അദ്ദേഹം വിളിച്ച അനുഭവം, ഞാനിതൊക്കെ പറയുന്നത് വെറുതെ അല്ല, നമ്മൾ കൃത്യമായി സത്യസന്ധമായിട്ട് പറയാം. അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് വലിയ വിശ്വാസമാണ്. പലരും വിളിക്കുന്നു, നമ്പറൊന്ന് തരാമോ, മെസ്സേജ് ആണ് അയക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മെസ്സേജ് അയച്ചിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന്. ഒരുപക്ഷെ മെസ്സേജുകളുടെ എണ്ണം കൂടുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും. എന്നോട് പറഞ്ഞു 10-12 ദിവസമായി അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, കാണാത്തത് കൊണ്ടായിരിക്കാം, നിങ്ങൾ ഒന്നുകൂടെ മെസ്സേജ് അയക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഒരുവിധം ദിവസം ഞാൻ എല്ലാ ദിവസവും അത് മെസ്സേജുകൾ, വാട്സപ്പ് കോളുകൾ നോക്കിയിട്ട് മറുപടി ചെയ്യാറുണ്ട്.
ചില ദിവസം ഭയങ്കര തിരക്കുള്ള ചില സമയത്ത് മാത്രമാണ് മിസ് ചെയ്ത് പോകണം. അപ്പൊ അഗൈൻ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് രണ്ടാമത് അയച്ചു കാണുമായിരിക്കും. എന്നെ വിളിച്ചു, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. തീർച്ചയായും ഞാനത് എന്തായാലും ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് കാണാം. അല്ല, ഇതിനകത്തൊരു രഹസ്യമുണ്ട്. ആളുകളുടെയൊക്കെ ധാരണ ഞാൻ എംഎൽഎമാർക്കേടെ എന്തോ ആണ് തോന്നലുണ്ട്. അതുകൊണ്ടാണ് നീ എന്നെ വിളിക്കുന്നത്. അല്ല, ഞാൻ എംഎൽഎമാർക്കേടെ ആള് തന്നെയാണ്, എനിക്ക് സംശയമൊന്നുമില്ല. എംഎൽഎമാർക്ക് എൻ്റെ കൂടി ഒരു മൂവ്മെന്റ് ആണ്, ഭഗവാന്റെ മൂവ്മെന്റ് ആണ് എന്ന് പറയാൻ എനിക്കൊരു മടിയൊന്നുമില്ല. ഞാൻ എംഎൽഎമാർക്കേടെ ആളാണ്. എന്താ കുഴപ്പം? ഭഗവാന്റെ കാര്യമല്ല, അതല്ല, അത്രേ ഉള്ളൂ. കാരണം ഞാൻ പറയുന്നത്, നമ്മൾ ഈ സത്യത്തിൽ നമ്മളിത് ഷൂട്ട് ചെയ്തതിന് 1 വർഷം മുമ്പേ ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലിരുന്നു. നമ്മുടെ പൊതു സുഹൃത്തുക്കളായിട്ടുള്ള ചില ആളുകൾ എന്നോട് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മാറിപ്പോയി. പിന്നീട് വളരെ പെട്ടെന്ന് അതങ്ങ് സംഭവിച്ചു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഭഗവാൻ തീരുമാനിക്കുമ്പോഴേ നടക്കുള്ളൂ. ഇപ്പോൾ ഭഗവാന്റെ നിയോഗമാണെങ്കിൽ അങ്ങനെ നടക്കും. ഞാനിപ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഓണമല്ലേ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു, എല്ലാവർക്കും എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയണം. ഈ ആളുകൾക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങേ വന്ന് കാണുമ്പോൾ അങ്ങ് എന്താണ് ചെയ്യാറുള്ളത്? ഞാൻ പ്രാർത്ഥിക്കാം. കാണല് ഞാൻ വളരെ കുറവായിട്ട് കാണുള്ളൂ. നേരിട്ട് കാണല് കുറവാണല്ലേ? കാരണം പറ്റില്ല, സമയമില്ല. ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് വൈകുന്നേരം വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വളരെ അങ്ങനെ ഒരുപാട് പേരെ ഒന്നും കാണുന്നില്ല. ഇല്ല, ഞാൻ ആൾക്കാരെ കാണും വളരെ കുറവാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആൾക്കാർ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വരുമ്പോ മാത്രമേ കാണാറുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ വാട്സപ്പിൽ ചെയ്താൽ മതി. കാരണം ആൾക്കാർ വന്നിട്ട് നമ്മുടെ അവരിന് എന്തെങ്കിലും മേടിക്കാനുള്ളൊരു പരിപാടി ഇല്ലല്ലോ. വന്നാൽ അല്ല, അതിന്റെ എഫക്ട് ആൾക്ക് പ്രയോജനം ഉണ്ടായാൽ മതി. അല്ല നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലാത്തവരെ നമ്മള് നേരിട്ട് കണ്ടില്ല എങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയിൽ വാട്സപ്പ് ചെയ്താൽ മതി എന്ന് പറയും. ഞാൻ ദിവസം വാട്സപ്പ് നോക്കും, അവർക്ക് പ്രാർത്ഥിക്കാന്ന് പറയും, ഭഗവാന്റെ മുമ്പിൽ അവരുടെ പ്രാർത്ഥന വെക്കും, ഭഗവാന്റെ കാത്തോളണേ എന്ന് പറയും. അവരോട് പറയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തായിരുന്നു റിസൾട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്ഡേറ്റ് ചെയ്യുക, അവർ വന്നൊരു കാര്യം ശരിയായിട്ടോ എന്ന് പറയും. സന്തോഷം, ഭഗവാന്റെ അനുഗ്രഹം, നമ്മുടെ പരിപാടി. അടുത്ത മെസ്സേജിലേക്ക് പോകും, അവരുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിയും. ഇനി കിട്ടാത്തവരും ഉണ്ടാവും അപൂർവമായിട്ട്. അല്ല, അതങ്ങനെയാണ്. അല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ട്. 96 ഞാൻ നോക്കുമ്പോൾ ഒരു 96% ആണ് എനിക്ക് റിസൾട്ട്. 4% കിട്ടില്ല. അപ്പൊ 100 പേരിൽ 4 പേര് കിട്ടില്ല. 1000 പേരാണെങ്കിൽ അല്ല, അതൊക്കെ സ്വാഭാവികമാണ്. 960 പേർക്ക് കിട്ടുന്നുണ്ട്. ഞാനതാ നോക്കണല്ലോ. ഇതൊക്കെ തീരുമാനിക്കുന്നത് അവിടെയാണ്, നമ്മളല്ല. അതാ പറഞ്ഞത്, അദ്ദേഹം തീരുമാനിക്കണം. എന്റെ ഒരു കഴിവില്ല, അത് അങ്ങോട്ട് വെക്കണോ ആളെ ഒപ്പിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമുക്കല്ല അതങ്ങ് ചെയ്തു തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നത് പറ്റില്ല. ഭഗവാനെ നമ്മുടെ ആൾക്കാരാണ്, ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞ് വെക്കാം. അദ്ദേഹം ഒപ്പിട്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷെ 100 പേരിൽ 96 പേർക്ക് ഒപ്പ് കിട്ടുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വൈകാരികമായി വളരെ വികാര വായ്പോടെ എന്നോട് സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഒരുപാട് പേരുടെ അനുഭവങ്ങൾ. ഞാനിത് പറയുന്നില്ല എന്നുള്ളൂ. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യം നടന്നത് ഈ പ്രാർത്ഥിച്ചുകൊണ്ടാന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാരെ മെസ്സേജ് ചെയ്യണം അറിയാം. എൻ്റെ ജീവിതം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ എത്ര ആൾക്കാരെ മെസ്സേജ് ചെയ്യണം അറിയാം. നമ്മളതൊരു അങ്ങനെയൊന്നും പറയാത്തതാണ് ശരിക്കും പറഞ്ഞത്. അല്ല, അവിടെ വന്ന് ഈ അപൂർവം ചില ആളുകൾ, ചിലർ അവരുടെ തീക്ഷ്ണമായ പ്രശ്നങ്ങൾ പറയുമ്പോൾ ചിലരോട് വരാൻ പറയുമല്ലോ. അப்புறம் നമുക്ക് നേരിട്ട് തന്നെ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത് ആളുകളുടെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ടില്ല, അവരുടെ പ്രശ്നങ്ങൾ നോക്കിയിട്ടാണ് ചിലരോട് പറയുന്നത്. അല്ലെങ്കിൽ അത്ര ചിലരെ മാത്രം കാണുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും. തെറ്റിദ്ധാരണ വരും. അപ്പൊ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങേക്ക് തോന്നും അവർ വരട്ടെ എന്ന് പറയും. അങ്ങനെ വന്നു പോകുന്നവർ പറയുന്നത് എന്നറിയോ, നമ്മളൊരു ദക്ഷിണ കൊടുത്തിട്ട് പോലും വാങ്ങിയില്ല. ആളുകളുടെ ധാരണ എംഎൽഎമാർക്കിൽ ഒരു 10-50,000 പേരുണ്ട്, ഇവരോടൊക്കെ കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചില അപവാദം പറയാൻ നടത്തിയ ചില ശ്രമങ്ങളും ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു നയാ പൈസ ദക്ഷിണ പോലും വാങ്ങാതെ, ഞാൻ പറയുന്നത് അങ്ങനെയല്ല, നമ്മളൊരു ആചാര്യൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ ദക്ഷിണ കൊടുക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ഉറപ്പായിട്ടും ഒരു ദക്ഷിണ പൂജാരിക്ക് കൊടുക്കണമെന്നാണ് അതിൻ്റെ ചട്ടം. ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പൊ അതുപോലും അങ്ങ് ചെയ്യുന്നില്ല. അല്ല, അത് ചെയ്യാത്തത് അല്ല, ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ കുറ്റം പറയാനും ദോഷം പറയാനും ആളുകളുള്ള ലോകത്ത് അതാണ്. നമ്മളൊരു 10 പേരെ കണ്ടാൽ പറയും 1,00,000 പേരുടെ വന്ന് കണ്ടു എന്ന് പറയും. അത് അല്ല, ഞാൻ തീരെ കാണല് വളരെ കുറവാണ്. പിന്നെ എന്തെങ്കിലും ചെയ്യാണ്ട് ഞാൻ പറയും ഭഗവാന്റെ ഡ്യൂട്ടികൾ വരില്ല, അവിടെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ട്രസ്റ്റിലേക്ക്. അതാണ് ഭഗവാൻ. കാരണം നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സഹായം, അതാണ് ആവശ്യം. ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നില്ല. നമ്മൾ പറഞ്ഞില്ല, എത്രയോ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ജീവിതത്തിലൊന്ന് മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ അവരോട് ഞാൻ പറയുന്നത് ഒറ്റ വാചകം ഉണ്ടാവുള്ളൂ, ഞാനത് കാണിച്ചു തരാം. ഒറ്റ വാചകം, ഭഗവാന്റെ അനുഗ്രഹം, സന്തോഷം. അല്ലാണ്ട് അവിടെ എൻ്റെ കഴിവുണ്ടായി നിങ്ങൾ നാളെ വിളിക്കുമോ അങ്ങനെ ഒന്നും ഞാൻ പറയാറില്ല. ഭഗവാന്റെ അനുഗ്രഹം, സന്തോഷം. കാരണം അതാണ് എൻ്റെ ഡ്യൂട്ടി. എൻ്റെ ഡ്യൂട്ടി മെയിൻ ഭാരതത്തിന് വേണ്ടിയിട്ടാണ്.
മറ്റേത് ഭഗവാന്റെ സഹായത്തിൽ അവർക്ക് കിട്ടുന്ന വ്യക്തിപരമായ കാര്യം. അതെ അതെ, അത് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ബൈ പ്രൊഡക്റ്റിന്റെ ലക്ഷ്യം ഭാരതമാണ്. നമ്മളെ ഭാരതത്തിന് വേണ്ടി സേവ ചെയ്യുക ഭഗവാന്റെ ആളായിട്ട്. അത് അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് നമ്മൾ ഭക്തിന് ഇപ്പൊ പലരും പല രീതി, ഭക്തി പല രീതിയിലുണ്ട്. നമ്മൾ ഭക്തി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമാണ് ചില ആൾക്കാർ. അതായത് അവരുടെ ജീവിതത്തിൽ മോശം കിട്ടുക, അപ്ഗ്രേഡ് ചെയ്ത് പോയിട്ട് ഭഗവത് പാദത്തിൽ എത്തിച്ചേരുക ഭക്തിയോട് കൂടി എടുത്തിട്ട്. അപ്പൊ അതിൽ പല വഴികളും നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മെഡിറ്റേഷനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ രീതികളിലായിരിക്കാം. അതിൽ ഒത്തിരി മോശം കിട്ടുക അവർക്ക്, അവരെ സംബന്ധിച്ച് ഭക്തി അത് മാത്രമാണ്. വേറെ ചില ആൾക്കാരെ സംബന്ധിച്ച് ഭക്തി കർമ്മമാണ്. സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുക, സൊസൈറ്റിയിൽ മാറ്റം കൊണ്ടുവരിക. അപ്പൊ ഈ ചില ആൾക്കാർക്ക് പൂജ ഹോമങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രത്തിലെ പ്രത്യേകതകളാണ്. നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പൊ നമ്മുടെ എല്ലാം ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു പൂവെടുത്ത് ഭഗവാൻ അർപ്പിച്ചാൽ അത് ഭക്തൻ കൊടുക്കുന്ന സമർപ്പണമാണ്. അത് പക്ഷെ അതിന് ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഭക്തൻ അവിടെ സമർപ്പിക്കണം. അങ്ങാണെല്ലാം ഞാനൊന്നുമല്ല എന്ന് മനസ്സിൽ ഒരു ലെവല് വരണം. അപ്പൊ ആ പൂവിന് എന്ത് ഹോമം നടത്തിയെക്കാട്ടിലും ശക്തി കിട്ടും. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഇത്തരം ചില വഴികളിലൂടെ സഞ്ചരിക്കണം. ആ ഗുരുക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു വഴി ഭാരതീയ തത്വശാസ്ത്രം നമുക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ എല്ലാമാർക്കുടെ വഴി നമ്മുടെ ദേശീയത ഭാരതമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഭഗവാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വഴിക്ക് സഞ്ചരിച്ചത്. എല്ലാമാർക്കയിൽ ചേരാൻ എന്ത് ചെയ്യണം? എല്ലാമാർക്കും ചേരാൻ രണ്ട് കാര്യം ചെയ്തതാണ്. ഒന്ന്, എല്ലാമാർക്കും വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി അടിച്ചു കൊടുത്താൽ അത് അടിച്ചു കൊടുത്താൽ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, സൗജന്യമാണ്. അതിൽ അവരുടെ പേര് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ അതിൽ അഡ്മിൻ ഉണ്ട്. അവരെടുത്തിട്ട് ഏത് ഗ്രൂപ്പിലാണ് ചേരേണ്ടത് എന്നുള്ളത്, ഏതാ സ്ഥലം പറയും. കേരള ആണെങ്കിൽ കേരളം, തമിഴ്നാണെങ്കിൽ തമിഴ്നാട്, ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ, ദുബായ് ആണെങ്കിൽ ദുബായ്, അങ്ങനെ വേറെ വേറെ ഗ്രൂപ്പുകളുണ്ടല്ലേ. US ആണെങ്കിൽ US, കാനഡയ്ക്ക് ഒരു ഗ്രൂപ്പ്, യൂറോപ്പിന് ഒരു ഗ്രൂപ്പ്, ഓസ്ട്രേലിയക്ക് വേറെ ഗ്രൂപ്പ്, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ പല ഗ്രൂപ്പ്. നമുക്ക് ജില്ലാ ഗ്രൂപ്പുകളില്ല. കേരളത്തിൽ ഇപ്പൊ 10 ഗ്രൂപ്പ് ഉണ്ട്. കേരള 1, 2, 3 10 ഗ്രൂപ്പ്. അപ്പൊ ആ ഏത് ഗ്രൂപ്പിലാണെങ്കിൽ അഡ്മിന് വെച്ച് അതിലേക്ക് ചേർത്തോളൂ. അതിൽ വേറെ ഫീസോ ഒന്നുമില്ല. ആ ഗ്രൂപ്പിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ മെസ്സേജുകൾ, ഭഗവാൻ തരുന്ന ഇന്ന ഡ്യൂട്ടികൾ, ഇന്ന കാര്യം വീഡിയോസ്, ഇന്ന പ്രോഗ്രാം നടക്കാൻ വേണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇടും. എല്ലാ ഞായറാഴ്ചയും 10 മണി തൊട്ട് 10:15 വരെ ഒരു പ്രാർത്ഥനയുണ്ട്. അവരവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന ഒരു ടൈം, ഇമ്പോർട്ടന്റ് ടൈമാണ്. ഓരോ അംഗങ്ങളും അവരവരുടെ വീടുകളിൽ ചെയ്താൽ സ്വയം ഇരുന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് പഴനിമലയും മുരുകനെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഈ 15 മിനിറ്റ് എല്ലാ എനർജി പോയിന്റ് ഓപ്പൺ ആവണ ദിവസം സമയമാണ്. 10 തൊട്ട് ഞായറാഴ്ച 10 തൊട്ട് 15. അപ്പൊ അവർക്ക് എനർജി കിട്ടും. അങ്ങനെ നല്ല ഫീലിംഗ് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ അത് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് അതിലിടും, അത് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഒക്ടോബർ 12-ാം തീയതി ഷഷ്ടി ദിവസമാണ്. അത് വളരെ വലിയ രീതിയിൽ നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ നടത്തിയതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഗുരുവായൂർ വെച്ച് രാജവത്സവം ഓഡിറ്റോറിയം, ഗുരുവായൂർ രാജവത്സവം ഓഡിറ്റോറിയം. എന്താഴ്ചയാണത്? ഞായറാഴ്ച ഷഷ്ടി ദിവസമാണ്. ഞാൻ വരുന്നുണ്ട്, തീർച്ചയായും വരണം. കാരണം എന്താ വെച്ചാല് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി, ദേശീയ ബോധം നമ്മുടെ കുട്ടികളിലാണ് ഇനി എത്തിച്ചേരേണ്ടത്. കാരണം അവരെ വഴിതെറ്റിക്കാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് പുറത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ചെറുതിലെ പിടിക്കുക എന്നുള്ളതാണ് അത്. അപ്പൊ അവര് പല രീതിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ രാജ്യസ്നേഹ ദേശീയത എന്നൊക്കെ വിട്ട് ഒരു വേറെ രീതിയിൽ സഞ്ചരിച്ചു പോകും. അതൊരു സമൂഹത്തിനോ രാജ്യത്തിനോ നല്ലതല്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന, ഭഗവാന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടുകൂടി നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ കുറച്ചു പേർക്കെങ്കിലും ആ ദേശീയബോധവും രാജ്യസ്നേഹവും ആത്മീയത എത്തിക്കുക എന്നുള്ളതാണ്. അത് എത്തിക്കുമ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം, നമ്മളിൽ ആ ചെറിയ കുട്ടികളെ തൊട്ട് യുവാക്കളുള്ള ആൾക്കാർക്ക് ഭഗവാന്റെ എനർജി കൊടുക്കുക. ആ എനർജി അവരെ തെറ്റായ വഴികളിലേക്ക് സഞ്ചരിക്കാണ്ട് ഈ ഭഗവാന്റെ വഴികളിലൂടെ സഞ്ചരിപ്പിക്കാൻ കരുത്ത് കിട്ടും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒക്ടോബർ 12-ന് നമ്മൾ ജ്ഞാനപ്പഴം എന്ന് പറഞ്ഞൊരു പരിപാടി. ജ്ഞാനപ്പഴം നീയല്ലേ വേൽമുരുക. അതാണ് സംഭവം. അതായത് ജ്ഞാനത്തിന്റെ പഴം, നിനക്കെന്തിനാ വേറെ പഴം, നീ തന്നെ ജ്ഞാനത്തിന്റെ പഴമാണ്. അങ്ങനെ പാർവതിദേവി മുരുകനോട് ചോദിച്ചൊരു ഇതാണ്. അറിവിന്റെ ആളാണ് മുരുകൻ. ആ മുരുകന്റെ അറിവും എനർജിയും കിട്ടാൻ വേണ്ടി നമ്മൾ എഴുത്തിനിരുത്തൽ ചടങ്ങ്, അതാണ് നമ്മൾ അന്ന് ചെയ്യാൻ പോകുന്നത്. അന്ന് വിദ്യാരംഭമാണോ? അല്ല, ഒക്ടോബർ 2-ാം തീയതിയാണ് വിദ്യാരംഭം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിദ്യാരംഭത്തിൽ അന്നാണ് ചെയ്തത്. അപ്പൊ അന്ന് വന്ന കുറെ പേര് വന്നു.
കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, അവരുടെ പരിഭവം പറഞ്ഞു. അന്ന് എല്ലാ അമ്പലങ്ങളിലും പുസ്തകം വെച്ചിട്ടുണ്ടാവും. പുസ്തകം എടുക്കാൻ വേണ്ടി നമ്മൾ അമ്പലങ്ങളിലേക്ക് ചെല്ലണം. അപ്പൊ ഈ പരിപാടിയിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ ഫീൽ ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഞായറാഴ്ച 12-ാം തീയതി വരുന്നത് ഷഷ്ടി ദിവസം കൂടിയാണ്, മുരുകാന്റെ ദിവസമാണ് ഷഷ്ടി. അന്ന് നമുക്ക് ഈ പരിപാടി വെക്കാം. ആ ഭഗവാന്റെ എല്ലാ തലേ ദിവസം ഒക്ടോബർ 11-ാം തീയതി വന്നിട്ട് പുസ്തകം നമ്മളെ ഹാളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ പടത്തിന് മുമ്പിൽ വെച്ച് 12-ാം തീയതി മുരുകപൂജ പുസ്തകത്തിന് മുമ്പിൽ വെച്ച് ഭഗവാന്റെ ഫോട്ടോ മുമ്പിൽ പൂജിച്ച് പിന്നെ കുട്ടികൾക്ക് എഴുത്തിലെടുത്ത് ആ ചടങ്ങ് കൊടുത്ത് ആ മന്ത്രം പറഞ്ഞു കൊടുത്ത് അവരെ ഭഗവാന്റെ ഒരു എനർജി ഫീൽഡിലേക്ക് എത്തിക്കുക. അവർക്ക് മുരുകാന്റെ അനുഗ്രഹവും എനർജിയും ആത്മീയതയും ദേശീയബോധവും എത്തിപ്പെടാൻ വേണ്ടി അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അതായത് ഒരു 35-40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് നമ്മളത് കൊടുക്കുകയാണ്. കാരണം അവരുടെ ഊർജ്ജമാണ് ഈ രാഷ്ട്രത്തിന് ആവശ്യം. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് മാത്രമല്ല ഗർഭിണികളായ സ്ത്രീകളെയും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ആ സമയത്ത് പോലും ആ എനർജി അവർക്ക് കിട്ടട്ടെ, ജനിക്കാൻ വരുന്ന കുട്ടികൾക്ക് കിട്ടട്ടെ വെച്ചിട്ട്. അപ്പൊ അതൊരു വലിയൊരു പരിപാടിയായിട്ട് കാലത്തെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ആ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അതിന് രജിസ്ട്രേഷൻ ഫോം നമ്മുടെ ഈ ഓണാണല്ലോ, ഈ ഓണം കഴിഞ്ഞ ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ നമ്മുടെ എല്ലാ മാർക്കെ ഗ്രൂപ്പുകളിൽ ഇടും. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും അങ്ങനെയാണ് ഗ്രൂപ്പിലിടും. ഫ്രീ രജിസ്ട്രേഷൻ ആണ്, ഒരു ഫീസും ഇല്ല. കാലത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടൈം സ്ലോട്ട് കിട്ടും. അവർ ആ സമയത്ത് ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു. കാരണം ഒരുപക്ഷെ നമ്മുടെ ഇപ്പം എല്ലമാർക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് ഒരുപക്ഷെ ഒരുപാട് ആളുകൾ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഏത് സമയത്ത് വരണം എന്നുള്ള ടൈം സ്ലോട്ട് കൊടുക്കും. കാരണം കുഞ്ഞുങ്ങളുണ്ടല്ലോ. തീർച്ചയായും നമ്മളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ടൈം സ്ലോട്ട് കൊടുത്ത് അവരുടെ ആ ടൈമിൽ വിളിച്ച് അവർക്കിത് കൊടുത്ത് അവരുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിലിരിക്കുന്ന കുട്ടികൾ തെറ്റായ വഴിക്ക് പോവരുത് നമ്മൾ അവർക്കൊരു മന്ത്രം പറഞ്ഞു കൊടുക്കുക, അവർക്ക് എഴുത്തിലിരുത്തുക, അവരോട് പറഞ്ഞ് ഓം ശരണോവ എഴുത്താനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരണം. അല്ല, ഒന്നും വേണ്ട, ഒക്കെ നമ്മളെ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ ഭഗവാന്റെ ബുക്ക് വെച്ചിട്ട് ഭഗവാന്റെ ഒരു പൂജ, അവരുടെ ബുക്ക് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് ചെയ്യണം. നമ്മൾ അമ്പലങ്ങൾ കൊടുക്കണ പോലെ തന്നെ ഭഗവാന്റെ പടത്തിനും ഫോട്ടോ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പൂജിക്കും. പിന്നെ അത് മാത്രമല്ല, ലഹരിക്കെതിരെ ഒരു നമ്മുടെ ഒരു എനർജി പാസിങ്, കാരണം ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കണം നല്ല കുട്ടികളെ സംബന്ധിച്ച്. അത് ഒഴിവാക്കാൻ വേണ്ടി ആ വീട്ടിലുള്ള ആൾക്കാരെങ്കിലും അതിലേക്ക് ചെന്ന് ചേരാതിരിക്കട്ടെ. ഭഗവാൻ സഹായിച്ചിട്ട് അവർക്ക് അത്ര ഒരു മേഖലയിൽ എത്താണ്ട് ഭഗവാന്റെ വഴിയിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളന്ന് ചെയ്യുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം നമ്മളിപ്പോൾ ഓണത്തിന് സംസാരിക്കണം, ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഗ്രൂപ്പുകളിലിടും, എല്ലാവർക്കും ഗ്രൂപ്പ് അതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ടൈം സ്ലോട്ട് കിട്ടും, ഫ്രീ ആണ്, സൗജന്യമായിട്ട് വരാം. അവിടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും പ്രോഗ്രാം കഴിയും ചെയ്യും. ഗുരുവായൂർ വെച്ചിട്ട് ആഗസ്റ്റ് 12 ഷഷ്ടി നാൾ രാജവത്സവം ഓഡിറ്റോറിയം. ഏതായാലും അത് നല്ല പ്രോഗ്രാമാണ്. അതായത് കുട്ടികൾ മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെയുള്ള ബോധം മാതാപിതാക്കൾക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും വരട്ടെ. കാരണം മാതാപിതാക്കൾ വരണം. കാരണം അവർക്കൊരു ബോധം വരണം. നമ്മുടെ ഒരു രാജ്യത്തിനോടുള്ള ഒരു സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം, നമ്മുടെ ആവശ്യം. ഇല്ലെങ്കിൽ ആ കുട്ടികളെ വേറെ പലരും കൊണ്ടുപോയിടത്തോണ്ട് പോകും പല കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് വരും. അതില്ലാതിരിക്കാൻ വേണ്ടി അവരും ഇതിന്റെ ഭാഗമാവണത് നല്ലതാണ്. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ അന്നാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. ഓണം ആയതുകൊണ്ട് ഇത് കേട്ട് മറന്നു പോകരുത്. തിരുവോണത്തിന് നമ്മളെല്ലാവരും ഒരു ആഘോഷത്തിൻ്റെയും ഒക്കെ മൂഡിലായിരിക്കും. ചിലരിപ്പോൾ ഓണസദ്യയൊക്കെ കഴിക്കാൻ പോകുമായിരിക്കും. എന്തായാലും അതെല്ലാം നടക്കട്ടെ. 12-ാം തീയതിയിലെ പരിപാടി മറക്കണ്ട. ഗുരുവായൂരാണ്, എല്ലാവരും പങ്കെടുക്കണം. ഇത് നമ്മുടെ അക്ഷരം മുന്നിൽ വെച്ച് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല മനുഷ്യനായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഉദ്ദേശത്തോടെ നടത്തുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്, അല്ലേ? അത് തീർച്ചയായും അതാണ് നമ്മുടെ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സഹായിക്കട്ടെ. ഓം ശരണമായ നമസ്തേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.